നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. 25 ചോദ്യങ്ങളാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് തന്നേക്കുവാണേ. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാള കവിയും നിരൂപകനും ആരാണ്? ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇ.വി. രാമകൃഷ്ണൻ. ഇ.വി. രാമകൃഷ്ണനാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാള കവിയും നിരൂപകനും. അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേരെന്ത്? ഓപ്പറേഷൻ അമൃത്. ഓപ്പറേഷൻ അമൃത് എന്താണ്? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേരാണ്. 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് നേടിയതാര്? ചാൻസ് ഉള്ള ചോദ്യമാണ്. പ്രതിഭ റേയ്ക്കാണ് 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് ലഭിച്ചത് എന്ന് ഓർക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണായി നിയമിതയായ വനിത ആരാണ്? വിജയഭാരതി സായാനി. വിജയഭാരതി സായാനിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണായി നിയമിതയായ വനിത. വിശ്വനാഥൻ ആനന്ദിനു ശേഷം കാൻഡിഡേറ്റ്സ് ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ഡി ഗുഗേഷ് ആണ് വിശ്വനാഥൻ ആനന്ദിനു ശേഷം കാൻഡിഡേറ്റ്സ് ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. ഇന്ത്യയിൽ ജൻ ഔഷധി ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? മാർച്ച് 7 ഇന്ത്യയിൽ ജൻ ഔഷധി ദിനമായി ആചരിക്കുന്ന ദിവസം. അടുത്തത്, കഴിഞ്ഞൊരു എക്സാമിന് PSC ചോദിച്ചിട്ടുമുണ്ട് ഈ ചോദ്യം. 2ാം ലാൻഡിംഗ് പരീക്ഷണം പൂർത്തിയാക്കിയ ISROയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിന്റെ പേര് എന്ത്? പുഷ്പക് എന്നതാണ്. പുഷ്പക്. 2ാം ലാൻഡിംഗ് പരീക്ഷണം പൂർത്തിയാക്കിയ ISROയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്താ? പുഷ്പക്. അടുത്ത ചോദ്യവും ഇമ്പോർട്ടൻറ്റ്. 2024 പുതുവത്സര ദിനത്തിൽ ISRO എക്സ്പോസാറ്റ് ഉപഗ്രഹം വിക്ഷേപിച്ച റോക്കറ്റ് ഏതാണ്? PSLV C-58 എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് എക്സ്പോസാറ്റ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഈ ഉപഗ്രഹത്തിന്റെ പ്രത്യേകത 2024 പുതുവത്സര ദിനത്തിലാണ് ISRO ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചത്. അടുത്ത ചോദ്യം, 2023 രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? സുഗൃത പോൾ കുമാർ ആണ് 2023 രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന ആഹ്വാനം ചെയ്ത ദിവസം മെയ് മാസം 25. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന ആഹ്വാനം ചെയ്ത ദിവസം ഏതാ? മെയ് 25. മെയ് 25. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് വരാം. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാള കവിയും നിരൂപകനും ആരാണ്? ഇ.വി. രാമകൃഷ്ണൻ. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേരെന്താ? ഓപ്പറേഷൻ അമൃത്. 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് നേടിയതാരാണ്? പ്രതിഭ റേ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണായി നിയമിതയായ വനിത ആരാണ്? വിജയഭാരതി സായാനി. വിശ്വനാഥൻ ആനന്ദിനു ശേഷം കാൻഡിഡേറ്റ്സ് ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാ? ഡി ഗുഗേഷ് ആണ്. ഇന്ത്യയിൽ ജൻ ഔഷധി ദിനമായി ആചരിക്കുന്ന ദിവസം മാർച്ച് 7. 2ാം ലാൻഡിംഗ് പരീക്ഷണം പൂർത്തിയാക്കിയ ISROയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്താണ്? പുഷ്പക് എന്നതാണ്.
2024 പുതുവത്സര ദിനത്തിൽ ISRO എക്സ്പോസാറ്റ് ഉപഗ്രഹം വിക്ഷേപിച്ച റോക്കറ്റ് ഏത്? PSLV C-58 എന്ന റോക്കറ്റാണ്. 2023 രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി സുഹൃത പോൾ കുമാർ. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന ആഹ്വാനം ചെയ്ത ദിവസം മെയ് 25. അടുത്ത ചോദ്യം ഇമ്പോർട്ടൻറ്റ്. 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. എന്നാൽ ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നതായിരുന്നു 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. മൈ ഹെൽത്ത് മൈ റൈറ്റ്. അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. നാറ്റോയാണ്. നാറ്റോ സൈനിക സഖ്യത്തിലെ 32ാം അംഗമായി ചേർന്ന യൂറോപ്യൻ രാജ്യം. പ്രതീക്ഷിത ചോദ്യമാണ്. നാറ്റോ സൈനിക സഖ്യത്തിലെ 32ാം അംഗമായി ചേർന്ന യൂറോപ്യൻ രാജ്യമാണ് സ്വീഡനാണ്. ആജീവനാന്ത സംഭാവനയ്ക്ക് ഹോക്കി ഇന്ത്യയുടെ മേജർ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ വ്യക്തിയാണ് അശോക് കുമാർ. അശോക് കുമാറിനാണ് മേജർ ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചത്. 46ാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന് വേദിയായ നഗരം ഏത്? ഇതും ചാൻസ് ഉള്ള ചോദ്യം. കൊച്ചിയിൽ വെച്ചാണ് 46ാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് നടന്നത്. അടുത്ത ചോദ്യം. സംസ്ഥാനത്തെ ആദ്യത്തെ അതിദരിദ്രരഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ച ഗ്രാമം ഏതാണ്? കുറ്റിയാട്ടൂർ ഗ്രാമത്തെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ അതിദരിദ്രരഹിത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം PSC കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചു. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. അപ്പോൾ ഇത് എഴുതിയ രചയിതാവ്, കഥാകാരൻ ആരാണ്? PN ഗോപീകൃഷ്ണൻ. ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ ആരാണ്? PK വീരമണിദാസനാണ് ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം. 2024 ICC 2020 ലോകകപ്പിലെ ജേതാക്കൾ ഇന്ത്യയാണ്. ഈ ICC ലോകകപ്പ് 2024 ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ അതിനുശേഷം കൊടുത്തിരിക്കുന്നത്. ICC 2020 ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യയുടെ നായകൻ, ഇന്ത്യൻ ടീം നായകൻ, ക്യാപ്റ്റൻ ആരായിരുന്നു? രോഹിത് ശർമ്മ. അപ്പോൾ ജേതാക്കൾ ഇന്ത്യ. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ദക്ഷിണാഫ്രിക്കയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ ടീം നായകൻ ആരായിരുന്നു? രോഹിത് ശർമ്മ. ഇനി ചീഫ് കോച്ച്, ഇന്ത്യയുടെ ചീഫ് കോച്ച് ആയിരുന്നത് രാഹുൽ ദ്രാവിഡാണ്. ICC 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഇന്ത്യയുടെ ചീഫ് കോച്ച് രാഹുൽ ദ്രാവിഡ്. ലോകകപ്പിലെ ഫൈനലിലെ താരം ആരായിരുന്നു? വിരാട് കോഹ്ലി ആയിരുന്നു ഫൈനലിലെ താരം. മാൻ ഓഫ് ദ സീരീസ് ആരായിരുന്നു? ജസ്പ്രീത് ബുംറ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കാം. 2024 ICC 2020 ലോകകപ്പിലെ മാൻ ഓഫ് ദ സീരീസ് ജസ്പ്രീത് ബുംറ. ലോകകപ്പിലെ ഫൈനലിലെ താരം വിരാട് കോഹ്ലി. ഇന്ത്യയുടെ ചീഫ് കോച്ച് രാഹുൽ ദ്രാവിഡ്. ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ജേതാക്കൾ ഇന്ത്യ. അടുത്ത ചോദ്യം. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിച്ച മലയാളത്തിൻ്റെ മഹാകവി ആരാണ്? കുമാരനാശാനാണ് 2024 ജനുവരിയിൽ. അദ്ദേഹം അന്തരിച്ചത് 1924 അപ്പോൾ 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിച്ച മലയാളത്തിൻ്റെ മഹാകവി കുമാരനാശാൻ. അദ്ദേഹം എങ്ങനെയാണ് അന്തരിച്ചത്? പലനയാറ്റിൽ നടന്ന ബോട്ട് ദുരന്തത്തിലാണ് അദ്ദേഹം അന്തരിച്ചത്. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ട്രാൻസ് മുദ്ര തുടങ്ങിയ നഗരമേതാ? കോഴിക്കോട് നഗരത്തിലാണ് ട്രാൻസ് മുദ്ര ആരംഭിച്ചത്. എന്താ ഈ ട്രാൻസ് മുദ്ര? കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റിയുടെ പേരാണ് ട്രാൻസ് മുദ്ര. അത് ആരംഭിച്ച നഗരം ഏതാണ്? കോഴിക്കോടാണ്. അടുത്ത ചോദ്യം. നമ്മൾ
മന്ത്രിമാരും വകുപ്പുകളും ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. എന്നിരുന്നാലും ഇവിടെയും കൂടി ഒന്ന് സൂചിപ്പിക്കുന്നു. കേന്ദ്ര മന്ത്രിസഭയിൽ പെട്രോളിയം, ടൂറിസം, പ്രകൃതിവാതകം വകുപ്പുകളുടെ സഹമന്ത്രിയായ മലയാളി ആരാണ്? സുരേഷ് ഗോപി. സുരേഷ് ഗോപിയാണ് കേന്ദ്ര മന്ത്രിസഭയിൽ പെട്രോളിയം, ടൂറിസം, പ്രകൃതിവാതകം വകുപ്പുകളുടെ സഹമന്ത്രിയായ മലയാളി. 2 മലയാളി മന്ത്രിമാരെയാണ് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എടുത്തിട്ടുള്ളത്. ഒന്ന് സുരേഷ് ഗോപി, മറ്റൊരു വ്യക്തി ആരാണ്? ജോർജ് കുര്യൻ. അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിൽ ന്യൂനപക്ഷകാര്യം, ഫിഷറീസ്, മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളുടെ സഹമന്ത്രിയാണ്. ന്യൂനപക്ഷകാര്യം, ഫിഷറീസ്, മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനം ലഭിച്ച മലയാളിയാണ് ജോർജ് കുര്യൻ. ഇനി സുരേഷ് ഗോപിക്കാണെങ്കിലോ പെട്രോളിയം, ടൂറിസം, പ്രകൃതിവാതകം വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമാണ് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ ഒരു 2-3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.